ഹായ്, ജാസിയാണ്. അപ്പോൾ ഒരു ക്ലിയറൻസ് കൂടി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ആ കുട്ടി വീണ്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിയറൻസാണ് ഞാൻ തരാൻ വേണ്ടി പോകുന്നത്. ആ കുട്ടി പറഞ്ഞു, ഞാൻ കേട്ടതിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ യൂട്യൂബിലുള്ള വീഡിയോസ് കംപ്ലീറ്റ് കേട്ടതാണ്. നിങ്ങളെല്ലാവരും ആ കുട്ടി ഇട്ട ഇൻസ്റ്റഗ്രാം വീഡിയോസും കണ്ടതാണ്. അത് കണ്ടിട്ട് അതിൽ കൂടുതലും എനിക്കാണ് നല്ല പോസിറ്റീവ് വന്നുള്ളത്. അതിൻ്റെ കാരണം എന്താണ്, ജനങ്ങൾക്ക് മനസ്സിലായി ഇത് ഒരു വർഗീയത കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടി ശ്രമിച്ചത്. കാരണം എന്നെ ഹിന്ദു സമൂഹത്തിലുള്ള ആൾക്കാരും കൂടി വെറുക്കണം, എന്നെ ഭയങ്കരമായിട്ട്, എനിക്കറിയില്ല ആ കുട്ടിക്ക് എന്നോട് എന്തിനാ ഇത്രക്ക് ശത്രുത എന്നുള്ളത്. ഒരു മതവർഗീയത കൊണ്ടുവന്ന് എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാനായിരുന്നു ആ കുട്ടി ശ്രമിച്ചത്. അത് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതാണ്. അതിൽ പല ആൾക്കാരും കമൻ്റ് ഇടുന്നത് ഞാൻ കണ്ടു. ജാസിയുടെ പല കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല, പക്ഷേ ഇത് ആ കുട്ടി ചെയ്ത് വളരെ മോശമായി പോയി എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നീടാണ് ശ്രദ്ധിച്ചത്, എന്നെ ട്രോളുന്ന പല ആൾക്കാരും ഈ കുട്ടിയുടെ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇവർ ഒരു ഗേങ് കൂടിയിട്ട് ഒരു നിശ്ചയം എടുത്തിരിക്കുകയാണ്, എന്നെ എന്താ പറയുക, ഈ ഭൂമിയിൽ നിന്ന് എന്നെ അങ്ങ് തുടച്ച് നിൽക്കാം എന്നുള്ള രീതിയിൽ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം ഒരിക്കലും ഞാനൊരു മതത്തെ വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല അതങ്ങനെ ചെയ്തത്. ആ വീഡിയോ, ആ ഫോട്ടോസ് എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നത് വരെ എനിക്ക് അങ്ങനത്തെ ഒരു തരത്തിലും ഒരു അറിവുണ്ടായിരുന്നില്ല ഇത് മതത്തെ വ്രണപ്പെടുത്തും എന്നുള്ള രീതിയിൽ. എൻ്റെ ഫ്രണ്ട് ഓൾറെഡി അത് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഫോട്ടോസും ഒന്ന് ചെയ്ത് തരൂ എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടി എനിക്ക് ഇത് ചെയ്തു തരുന്നത്. ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. ആരും എന്നോട് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്തിന് പോസ്റ്റ് ചെയ്താണ്. ആ ഡിലീറ്റ് ചെയ്തത് എല്ലാവരും എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഇനിയിപ്പോൾ അതങ്ങനെ ചെയ്യണ്ട, അത് ഇനിയിപ്പോൾ അങ്ങനെ ആൾക്കാർ മതമായിട്ട് എടുത്താലോ എന്നുള്ള രീതിയിലാണ്. പിന്നെ ഞാൻ അത് ആർക്കും ഒരു വിഷമം ഉണ്ടാക്കണം. ഞാൻ എല്ലാ മതത്തെയും റെസ്പെക്റ്റ് ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ട് ഞാനൊരു മലപ്പുറംകാരി കൂടിയാണ്. അപ്പോൾ അറിയാമല്ലോ, മലപ്പുറത്തെ എല്ലാവരും, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിംസ് ആയിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, എല്ലാം ഒറ്റക്കെട്ടാണ്. അപ്പോൾ ആ ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ അതങ്ങ് ഡിലീറ്റ് ചെയ്തു. കാരണം എൻ്റെ ഭാഗത്തു നിന്ന് ഒരാൾക്കും ഒരു വിഷമം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആ ഇൻസ്റ്റഗ്രാമിൽ ആ കുട്ടി പറഞ്ഞു 2 വർഷങ്ങളായിട്ടുണ്ട് അത് യൂട്യൂബിൽ പോയി നോക്കണമെന്ന്. ഞാൻ ഫുള്ള് കണ്ട വ്യക്തിയാണ്. അതിലും അത് ഒന്നും പരാമർശിച്ചിട്ടില്ല. ഈ ഇൻസ്റ്റഗ്രാമിൽ കൊണ്ടിട്ട് വന്ന കട്ടിങ്സ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, അത് ഒരു എന്നെ ജാസി ഹിന്ദു മതത്തെ എന്തോ ചെയ്തു എന്നുള്ള രീതിയിലാണ് അതിന് വന്നിട്ടുള്ളത്. ഒത്തിരി ഹിന്ദു സുഹൃത്തുക്കൾ അതിൽ കമൻ്റ് ഇട്ടത് കണ്ടു. എനിക്ക് ഒരുപാട് സന്തോഷമായി. എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. ഒരുപാട് പേര് ആ വീഡിയോ എടുത്ത് എനിക്ക് നല്ല രീതിയിൽ റിയാക്ട് ചെയ്തതിലും ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി എനിക്ക് ആ കുട്ടിയോട് എനിക്ക് വിരോധമൊന്നുമില്ല. ആ കുട്ടിക്ക് എന്താണ് എന്നോട് വിരോധം എന്നുള്ളത് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടില്ല. എനിക്കറിയില്ല എന്താ പ്രശ്നം. ഞാൻ ഇങ്ങനെ ജനിച്ചത് എൻ്റെ കുറ്റമല്ല. ഞാൻ പലപ്പോഴും പലയിടങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എൻ്റെ ലൈഫിൽ ഇനിയൊരു ജന്മം വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഒരു ജന്മം വാങ്ങില്ല. കാരണം അത്രയ്ക്ക് വേദനകളും വിഷമങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ലൈഫിൽ. അത് ആ ഒരു ലൈഫിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമാണ് ആ വിഷമം മനസ്സിലാവുള്ളൂ. അല്ലാത്തവർക്ക് അത് വെറും ഒരു സിമ്പിൾ കാര്യമാണ്. കാരണം നിങ്ങളെല്ലാവരും ചാന്തപ്പൊട്ട് 9 എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിരിക്കും, പക്ഷെ അത് അനുഭവിക്കുന്ന ഞങ്ങളെപ്പോലത്തെ അല്ലെങ്കിൽ എന്നെ പോലത്തെ ആൾക്കാർക്ക് അത് സിമ്പിളല്ല. അപ്പോൾ എനിക്കത് പേഴ്സണലി ഭയങ്കര വിഷമമായി. പിന്നെ ആ കുട്ടി പറഞ്ഞു, ഇതൊക്കെ കേട്ടിട്ട് തളരുന്ന ആളാണോ ജാസിന്ന്. ഞാൻ ഇതാണ്. എനിക്ക് ഒരാൾ ഒരു വട്ടം പറഞ്ഞാൽ ഞാൻ തളരില്ല, പക്ഷെ പല വട്ടം ഒരാൾ തലക്കടിക്കുമ്പോൾ നമുക്ക് വേദന വരും. ഒരു വട്ടം നമ്മൾ മാറിക്കൊടുത്താലും പിന്നെ തലക്കടിച്ച് എന്തിനാണ് എന്നോട്. ഞാൻ ഒരാളെ ലൈഫിലേക്കും ഇടപെടാൻ വരാറില്ല. പല കോൺട്രവേഴ്സിയിലും എന്നെ കൊണ്ടെത്തിക്കുന്നത് ഈ കുട്ടിയാണ്. ഞാൻ ഒരു കോൺട്രവേഴ്സിയിലും ഇല്ലാണ്ട് ഞാൻ എൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളും ഞാൻ ആശി എന്ന രീതിയിൽ ഞാൻ പോവുകയാണ് എൻ്റെ വർക്കും കാര്യങ്ങളുമായിട്ട്. ഞാൻ ഒരാൾക്കൊരു ഉപദ്രവം ചെയ്യാൻ വേണ്ടി എവിടേക്കും വന്നിട്ടില്ല. ഞാൻ അങ്ങനത്തെ വ്യക്തിയുമല്ല. പക്ഷെ എന്തിനാണ് ഈ കുട്ടി എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടില്ല. ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ. കാരണം മതത്തെയൊക്കെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ എന്നൊക്കെ പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ച് അത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ എല്ലാ മതത്തിനും റെസ്പെക്റ്റ് ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് എനിക്കത് ഇങ്ങനെ സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് മാത്രമല്ല, ഞാൻ പലപ്പോഴായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ കുട്ടി ഇടുന്ന ക്യാപ്ഷൻസുകൾ ജാസിനെ ഇവിടെ നിന്ന് നാട് കടത്തണം, അല്ലെങ്കിൽ ജാസി വളരെ മോശമായ രീതിയിൽ എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ മറ്റുള്ള ഫാമിലീസിനെ, ഞാൻ ആ കുട്ടിയുടെ ഫാമിലീസിനെ ഒന്നും ഞാൻ പറയാൻ പോയിട്ടില്ല, ഒന്നും ഇതിനെ പറഞ്ഞിട്ടുമില്ല, ഞാൻ പറയുമില്ല. പക്ഷേ എന്നിട്ടും എന്തിനാണ് നിരന്തരമായിട്ട് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നുള്ളത് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടില്ല. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എനിക്കറിയില്ല.